പെരിയ ഇരട്ടക്കൊലക്കേസിൽ വിധി വന്നിരിക്കുന്നു. 14 പേർ കുറ്റക്കാരാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് കുറ്റക്കാർ എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കൊപ്പം RMP നേതാവ് KK രമ MLA ചേരുന്നുണ്ട്. MLA എങ്ങനെയാണ് വിധിയെ കാണുന്നത്? വളരെ സന്തോഷമുണ്ട്. ഇതിനകത്ത് 2 ചെറുപ്പക്കാരെ ക്രൂരമായി വെട്ടിക്കൊന്ന ഒരു കൊലക്കേസിൽ ഇത് 14 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതിൽ ഗൂഢാലോചന കേസിലെ CPMൻ്റെ സമുന്നതനായ ഒരു നേതാവ് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിൽ മുൻ MLAയും CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറുമായ KV കുഞ്ഞിരാമൻ. CBI അന്വേഷണത്തിന് വരുന്നതിന് അതിശക്തമായി എതിർത്തതാണ് CPM. സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റവും മുതിർന്ന അഭിഭാഷകരെ കൊണ്ടുവന്നാണ് കോടതിയിൽ ഇതിനെ എതിർത്തത്. അന്ന് എതിർത്തപ്പോൾ തന്നെ നമുക്കറിയാം ഇതിന് CPM ആണ് ഇത് കൊലപാതകം നടത്തിയതെന്ന്. CPM നേതാക്കന്മാർക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് അത്ര ശക്തമായിട്ട് CBI അന്വേഷണത്തെ അവർ എതിർത്തത്. അപ്പോൾ അതെല്ലാം മറികടന്നുകൊണ്ട് വളരെ നല്ല ഒരു വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ശിക്ഷ എന്താണെന്ന് നമുക്കറിയില്ല. ഏതായാലും ഇത് CPMൻ്റെ മസ്തിഷ്കത്തിന് ഏറ്റ അടിയാണ്. അത് CPMൻ്റെ ഒരു സമുന്നതനായ നേതാവ് ഗൂഢാലോചനയിൽ പ്രതിയാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ CPM ഇതിനകത്ത് പങ്കില്ല എന്നാണ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ അസ്ഥാനത്താണ് എന്നതാണ് ഈ വിധി തെളിയിക്കുന്നത്. അതുമാത്രമല്ല, ഇത് വാടക കൊലയാളികളല്ല നടത്തിയത്. ഇതിനകത്ത് എല്ലാവരും CPMൻ്റെ ആളുകളാണ്. CPMൻ്റെ ഒരു LC മെമ്പറാണ് ഒന്നാം പ്രതിയായിരിക്കുന്ന LC മെമ്പറാണ്. നേരത്തെ ക്രൈംബ്രാഞ്ച് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ആളെ തന്നെ ഇപ്പോൾ CBI കോടതിയും അത് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ആശ്വാസകരമായ ഒരു വിധിയാണ്. കുടുംബം നടത്തിയ ഏറെ നാളത്തെ ഒരു നിയമ പോരാട്ടമുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കൾ ആ കുടുംബം വലിയ സാമ്പത്തിക ബാധ്യത ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ടാണ് അവർ ഈ നിയമ പോരാട്ടം നടത്തിയത്. തങ്ങൾക്ക് നീതി വേണം എന്നുള്ളത് ഒരല്പമെങ്കിലും ആശ്വാസം ആ കുടുംബത്തിന് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇതേ അനുഭവത്തിൽ കൂടി കടന്നു വന്ന ഒരാളെ എന്ന നിലയ്ക്ക് ഈ ദിവസം അവരെ സംബന്ധിച്ച് എത്രമാത്രം നിർണായകമാകും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മക്കളെ 2 ചെറുപ്പക്കാരെയാണ് ഒരു ബൈക്കിൽ തടഞ്ഞു നിർത്തി ക്രൂരമായി വെട്ടിയത്. ഒരാൾ ആ സ്ഥലത്ത് വെച്ച് മരിച്ചു, മറ്റൊരാൾ ഓടിപ്പോകുമ്പോൾ വഴിയിൽ വീണു മരിച്ചു. വീടെത്താനായിട്ടുണ്ടായിരുന്നു. ഒരു ഉത്സവം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. 2019 കേസ്. അപ്പോൾ ആ ഒരു നീണ്ട നാളത്തെ ഒരു പോരാട്ടത്തിന് ഒരു ചെറിയ പരിസമാപ്തി ഉണ്ടായിരിക്കുന്നു. ബാക്കി നിയമപരമായ ഇനി അടുത്ത ഘട്ടങ്ങളൊക്കെ അവരാലോചിക്കും. ശിക്ഷ വരാനിരിക്കലും മറ്റ് ഡീറ്റെയിൽസുകളൊക്കെ അറിഞ്ഞതിന് ശേഷമേ കൂടുതൽ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. TP ചന്ദ്രശേഖരൻ കേസ് ഒതുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ കേസുകളും ഒതുക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ അതിനൊക്കെ ഏറ്റ ഒരു തിരിച്ചടിയായിട്ടാണ് ഇതിനെ കാണുന്നത്. അത് ഉറപ്പായിട്ടും. കാരണം അത് ഞാൻ പറഞ്ഞു, CPMൻ്റെ മസ്തിഷ്കമാണ് ഇവിടെ അടിയേറ്റിരിക്കുന്നത്. എല്ലാ കേസിലും അതാണ്. ചന്ദ്രശേഖരനെ കേസിലും CPMൻ്റെ ഉന്നതനായ നേതൃത്വം ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്ന് നമുക്കറിയാം. നിയമപരമായിട്ട് അവിടേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും കേസ് ഞങ്ങൾ നിയമ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ CPMൻ്റെ ഈ അക്രമ രാഷ്ട്രീയം, ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തനം ഇതാണോ? ചോദ്യം അതാണ്. ഇവരുടെ MLAമാരുൾപ്പെടെ CPMൻ്റെ സമുന്നതമായ നേതാക്കന്മാരുടെ രാഷ്ട്രീയ പ്രവർത്തനം മനുഷ്യനെ കൊല്ലുന്നതാണോ? കൊല്ലുന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് അവസാനിപ്പിക്കും? എന്തേ ഇതിനെ തള്ളിപ്പറയാൻ ഇപ്പോഴും പാർട്ടിക്ക് സാധിക്കാത്തത്? ഇപ്പോഴും ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. തെറ്റിനെ തെറ്റായി, ഇനി അത് ആവർത്തിക്കില്ല എന്ന് തുറന്ന് സമ്മതിക്കാൻ ഈ പൊതുസമൂഹത്തിനോട് പറയാനുള്ള ആർജവം ആ പാർട്ടി കാണിക്കുമോ? ഇനിയെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾ സ്വസ്ഥമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള അന്തരീക്ഷം അത് CPM ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമാണ്. മനുഷ്യർക്ക് ഇവിടെ പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം മാന്യമായി ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ്. അതിന് ഇത്തരം കോടതി വിധികൾ ഇതിനൊക്കെ എതിരായിട്ട് കൂടി കാണുകയാണ് നമ്മൾ. കോടതികൾ എങ്കിലും ആ തരത്തിൽ നിലപാടെടുക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അതായത് വിധിയിൽ വലിയ സന്തോഷമുണ്ട് എന്നാണ് MLA വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്ന് ഷിജു ചവറയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24.